റഷ്യ-യുക്രൈൻ യുദ്ധത്തിനിടെ റഷ്യയിൽ കൊല്ലപ്പെട്ട തൃശൂർ നായരങ്ങാടി സ്വദേശി സന്ദീപ് ചന്ദ്രന്റെ സംസ്കാരം ജന്മനാട്ടിൽ നടന്നു. 1.5 മാസത്തോളമുള്ള കാത്തിരിപ്പുകൾക്കൊടുവിലാണ് സന്ദീപിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചത്. അതേസമയം റഷ്യയിൽ കുടുങ്ങിയ ബാക്കിയുള്ള മലയാളികളെ തിരികെ എത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വ്യക്തമാക്കി. റഷ്യ-യുക്രൈൻ യുദ്ധത്തിനിടെ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് റഷ്യൻ സേനയുടെ ഭാഗമായിരുന്ന സന്ദീപ് കൊല്ലപ്പെടുന്നത്. ഇന്ത്യൻ എംബസി ഔദ്യോഗികമായി മരണം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് സന്ദീപിന്റെ മൃതദേഹം വീട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാരിന്റെയും എംബസിയുടെയും നോർക്കയുടെയും സഹായം കുടുംബം അഭ്യർത്ഥിച്ചിരുന്നു. തുടർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേരിട്ട് സന്ദീപിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളോട് സംസാരിക്കുകയും എംബസി ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. ആഴ്ചകൾ നീണ്ട ശ്രമങ്ങളുടെ ഫലമായാണ് ഒടുവിൽ മൃതദേഹം വിട്ടുകിട്ടിയത്. പുലർച്ചെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തി സന്ദീപിന്റെ സഹോദരൻ മൃതദേഹം ഏറ്റുവാങ്ങി. വീട്ടിലെത്തിച്ച മൃതദേഹം 11 മണിയോടെ വടൂക്കര SNDP ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് 12 മണിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. അതേസമയം റഷ്യയിൽ കുടുങ്ങിയ ബാക്കിയുള്ള മലയാളികളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. മുമ്പുണ്ടായ ഇൻസിഡൻസിൽ ഏകദേശം 3 മാസത്തിന് മേലെയാണ് ഇങ്ങനെ ഉണ്ടാകുന്ന ഇൻസിഡൻസിൽ കൊണ്ടുവരാൻ ഉണ്ടാവുന്ന സമയം. പക്ഷെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഒരുമിച്ച് പ്രയത്നിച്ചുകൊണ്ട് നമുക്ക് വേഗത്തിലല്ല ഈ ഒരു സമയത്ത് എത്തിക്കാൻ സാധിച്ചു. ബാക്കി 3 പേരുടെ കാര്യത്തിൽ ഒരാൾ തൃശ്ശൂരുള്ളതാണ്, ഒരാൾ എറണാകുളം ഉള്ളതാണ്, ഒരാൾ കൊല്ലത്തുള്ളതാണ്. അപ്പോൾ 3 പേരും ഈ സന്ദീപിൻ്റെ കൂടെ തന്നെ പോയവരാണ്. അപ്പോൾ ആ മരണ വാർത്തേൻ്റെ കൂടിയിട്ട് ഈ 3 പേരും അവിടെ പെട്ടിട്ടുണ്ടെന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ ആ ദിവസം തന്നെ 19-ാം തീയതി തന്നെ ഈ 3 പേരുടെ ഇൻഫർമേഷൻ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലോട്ട് പാസ് ചെയ്യും, എംബസിയിലോട്ട് പാസ് ചെയ്യും. നോർക്കയും സ്റ്റേറ്റ് ഗവൺമെൻറ്റും എംബസിയുമായിട്ട് ബന്ധപ്പെടുകയും അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവർ 14-ാം തീയതി 3 പേരും സേഫായിട്ട് തിരിച്ചെത്തി. മരിച്ച സന്ദീപ് ഉൾപ്പെടെയുള്ള മലയാളികൾ ഏപ്രിൽ മാസത്തിലാണ് റഷ്യയിലെത്തിയത്. ചാലക്കുടിയിലെ ഒരു ഏജന്റ് വഴിയാണ് സന്ദീപ് റഷ്യയിലേക്ക് പോയത്. റെസ്റ്റോറന്റിലാണ് ജോലിയെന്നായിരുന്നു വീട്ടുകാർ അറിവുണ്ടായിരുന്നത്. പിന്നീട് സന്ദീപിന്റെ മരണത്തോടെയാണ് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന വിവരം അവർ അറിയുന്നത്. ജനം, തൃശൂർ.